പണ്ട് ഈ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പാരീസ് സന്ദർശനത്തിന് പോയി. ഇംഗ്ലണ്ടും ഫ്രാൻസുമായിട്ട് ചെറിയൊരു മൂപ്പിളമ തർക്കമൊക്കെ ഉണ്ട് ഭാഷാപരമായിട്ട്. നമ്മൾ ഇന്നും പാരീസിൽ ചെന്നാൽ അധികം പേർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. കാരണം ഇംഗ്ലീഷ് ഒരു മോശം ഭാഷയാണെന്നാണ് യൂറോപ്പിലെ മറ്റ് രാജ്യക്കാർ വിശ്വസിക്കുന്നത്. അവരത് പഠിക്കത്തില്ല. ഇപ്പൊ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ഫ്രാൻസിലേക്ക് പോകുമ്പോൾ ഒരു മുന്നറിയിപ്പ് എല്ലാവരും കൊടുത്തു, ഫ്രഞ്ചുകാരെ സൂക്ഷിക്കണം, അവന്മാർ ഭയങ്കര വിഷമന്മാരാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറഞ്ഞു, ഞാൻ സൂക്ഷിച്ചോളാം, അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം എന്ന്. ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ പത്രക്കാരെല്ലാം കൂടെ വന്ന് വളഞ്ഞ് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, പിതാവെ, ഈ പാരീസിലെ വേശ്യാലയങ്ങളെ പറ്റി പിതാവിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഇപ്പൊ മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു. കാരണം എന്ത് പറഞ്ഞാലും കുഴയുമല്ലോ. അതുകൊണ്ട് ഒന്നും അറിയാത്ത പട്ടി ഈ ബിഷപ്പ് ചോദിച്ചു, അതിന് ഇവിടെ വേശ്യാലയങ്ങളുണ്ടോ? അപ്പം അതേപ്പറ്റി ഒരു അറിവ് പോലും തനിക്കില്ല എന്നുള്ള രീതി എന്ന് ചോദിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ പത്രക്കാരെ എല്ലാം ഒഴിവാക്കിയല്ലോ എന്ന് ഓർത്തു. പക്ഷെ പിറ്റേ ദിവസം പത്രങ്ങൾ വന്നപ്പം വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഹെഡിങ് ആണ്, പാരീസിലെത്തിയ ഉടനെ തന്നെ ഇവിടെ വേശ്യാലയങ്ങളുണ്ടോ എന്ന് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് അന്വേഷിച്ചു. ഇതാണ് പത്രത്തിൽ വാർത്ത വന്നത്. ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു സിനിമാ സംവിധായകനും ഒരു സിനിമയിലെ ഒരു ചെറുകിട നടനുമായിട്ടുണ്ടായ ഒരു സൗന്ദര്യപ്പിണക്കം വലിയ വാർത്തയാക്കി മാധ്യമങ്ങളെല്ലാം കൊടുക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് ആ സിനിമാ സംവിധായകൻ, അദ്ദേഹം ഒരു അന്തർമുഖനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ അധികം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഇഷ്ടമില്ല. ഇതാണ് വസ്തുത. നമ്മളത് ശരിയായ രീതിയിൽ നോക്കിക്കഴിയുമ്പം ആ പ്രോഗ്രാമിന്റെ തലേ ദിവസം ഇദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സാധാരണ ആരും അങ്ങനെ തലേ ദിവസം വിളിച്ചാലൊന്നും പോകത്തില്ല. അപ്പൊ ഇദ്ദേഹം ഈ വിദ്യാർത്ഥികള് വന്ന് വിളിച്ചതല്ലേ, തലേ ദിവസം ഷോർട്ട് നോട്ടീസ് വിളിച്ചാണെങ്കിലും ചെല്ലാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ, സെലിബ്രിറ്റികൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും കിട്ടിയില്ല, ഈ ഷോർട്ട് നോട്ടീസ് ഇനിയിപ്പോൾ ആരെ കിട്ടും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഞാൻ വരാം, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, കാരണം നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു, വേറെ ആരുമില്ല, സാറാണ് ഞങ്ങളുടെ ശരണം, സാറ് വരണം. അപ്പൊ സാറ് പറയാണ്, വേറെ ആരും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ സെലിബ്രിറ്റികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ വരാം, കാരണം നിങ്ങൾക്ക് ഒരാൾ വേണമല്ലോ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തു, എങ്ങനെയോ ഈ മാർബിൾ പണിക്കാരനെ ഉദ്ഘാടനത്തിൽ കിട്ടി. മാർബിൾ പണിക്കാരൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൂടെ വിളിച്ചിട്ട് പിറ്റേ ദിവസം ഇദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം ഇന്ന ആളെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, അപ്പൊ അതുകൊണ്ട് എന്നെ അങ്ങ് ഒഴിവാക്കുക, മറ്റേ ആളെ മതിയല്ലോ. ഇതാണ് നടന്നത്. അപ്പൊ ഈ സംഘാടകർ എന്ത് ചെയ്തു, മറ്റേ ആളോട് എന്നു പറഞ്ഞു, അത് നീ ആണെങ്കിൽ വരുന്നില്ലെന്ന് ആ പുള്ളി പറഞ്ഞു. അപ്പോഴേക്കും ഇത് വിവാദമായി. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുത്തി വെക്കുന്ന ഓരോ കുഴപ്പങ്ങളാണ് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിച്ചു പറഞ്ഞാലും, ഇപ്പം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അതിനകത്തുണ്ട്. ഈ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ചേ എഴുതത്തുള്ളൂ. എഴുതിയത് പിന്നെ വളച്ചൊടിക്കുക, നമ്മൾ പറയുന്നത് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പുകൾ കൊണ്ട് പ്രചരിപ്പിക്കുക, അങ്ങനെയെല്ലാം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എത്ര ശ്രദ്ധിച്ചാലും ഈ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടവർക്കും തെറ്റിദ്ധരിപ്പിക്കേണ്ടവർക്കും ഒക്കെ അത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിന്ന് ചിന്തിക്കുന്നത് ചർച്ച് ആക്ടിനെ പറ്റിയാണ്. ചർച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ചെറിയൊരു വിഭാഗം ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. കേരളത്തിലെ പൊതു ധാരയിൽ അതൊരു ചർച്ചയല്ല. മുഖ്യധാരയിൽ മാധ്യമങ്ങളിലൊന്നും അതൊരു ചർച്ചയായിട്ടില്ല. എന്നാൽ അതിനോട് ബന്ധപ്പെട്ട മറ്റ് ചില വിഷയങ്ങൾ വലിയ ചർച്ചയുമായിട്ടുണ്ട്. ഉദാഹരണത്തിന് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വാർത്താകാര്യത്തിന് വരുമ്പോൾ എല്ലാം ഈ ഫില്ലിങ്ങിന് വേണ്ടി എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് ഈ സിസ്റ്റർ ലൂസിയുടെ വിഷയവും അങ്ങനെയുള്ള ചില വിഷയങ്ങൾ. അപ്പൊ ഇതുമായിട്ടെല്ലാം ചർച്ച ആക്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ നമ്മൾ കത്തോലിക്ക സഭയിലെ ഭൂമി ഇടപാടുകൾ അങ്ങനെയൊക്കെയുള്ള ചില വാർത്തകൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു അച്ഛന്മാർ സമരം ചെയ്തു. പിന്നെ മറ്റൊന്ന് ഈ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗത്തിന്റെ തർക്കങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില വാർത്തകൾ മെയിൻ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്.
എന്നാൽ ഈ ചർച്ച് ആക്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യൻ സർക്കിളുകളിലൊക്കെ സംസാരവും ചർച്ചയും ഒക്കെ ആകുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ചർച്ച് ആക്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ സാങ്കേതിക വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ചർച്ച് ആക്ട് എന്താണെന്ന് അറിയണമെങ്കിൽ അത് വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ഒരൊറ്റ ഇരിപ്പിൽ വായിക്കാനുള്ള ഒരു സംഭവമേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾ ഗൂഗിളിനകത്ത് പ്രൊപ്പോസ്ഡ് ചർച്ച് ആക്ട് 2019 എന്നോ ചർച്ച് ആക്ട് കേരള എന്നോ ഒക്കെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ചർച്ച് ആക്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ചർച്ച് ആക്ടിന്റെ പ്രസക്തി എന്താണ്, ഈ ചർച്ച് ആക്ട് വന്നാലുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്. ഇപ്പൊ ചർച്ച് ആക്ട് വന്നാലുള്ള ഗുണഭോക്താക്കൾ ആരാണ്? ചർച്ച് ആക്ട് പാസ്സായാൽ ഇതിനകത്ത് ചില ആളുകൾ എന്നോട് ചോദിക്കുന്നില്ല, അപ്പൊ ആളുകളുടെ ആ ധാരണകള് എത്ര വികലമാണെന്നുള്ളതാണ് ചില സംശയങ്ങൾ ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയണേ, ഈ നിയമസഭ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ളതാണ്, നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ MLA-മാരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്, നിയമസഭ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി ആളുകൾക്ക് അത് അറിയത്തില്ല. ഈ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ള ഒരു സ്ഥാപനമാണ്, അതാണ് നിയമസഭ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കോടതി എന്താണ്, നിയമസഭ എന്താണ്, ഇതിനെപ്പറ്റി ഒന്നൊരു ശരിയായ ധാരണ നമുക്കുണ്ടായിരിക്കണം. ഒന്നാമത് നമ്മുടെ രാജ്യം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്. 1 എക്സിക്യൂട്ടീവ്, 2 ലെജിസ്ലേച്ചറി, 3 ജുഡീഷ്യറി. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദമാണ്, ഉദ്യോഗസ്ഥർ. അവരാണ് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് നിയമസഭകളും പാർലമെന്റും ഒക്കെ നിയമങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പൊ അതിനാണ് ലെജിസ്ലേച്ചറി എന്ന് പറയുന്നത്. അത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് എന്തു വേണോ, ജനങ്ങളുടെ അഭിപ്രായം എന്താണോ, ജനങ്ങളുടെ ആവശ്യം എന്താണോ, അവരുടെ പരാതി എന്താണോ, അവരുടെ പ്രശ്നം എന്താണോ, അതിനെ വിലയിരുത്തിയിട്ട് അതിന് പരിഹരിക്കാൻ ഉതകുന്ന വിധത്തിൽ നിയമങ്ങളെ പരിഷ്കരിക്കുകയോ തിരുത്തുകയോ പുതിയ നിയമങ്ങൾ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ നിയമസഭകൾ. അതായത് സംസ്ഥാനങ്ങൾക്കും പാർലമെന്റ് 2 രാജ്യസഭയും ലോക്സഭയുമായിട്ട് ഇന്ത്യക്ക് പൊതുവെയും ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മളൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് നിയമസഭ എന്താണ്. പലപ്പോഴും കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ അറിവുള്ള ആളുകളർക്ക് ഇത് എന്തിനാ പറയുന്നത് എന്ന് ഒത്തിരി ആളുകൾക്ക് ഇത് അറിയത്തില്ല. കാരണം ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കേരളത്തിൽ ഇത്രയും പ്രശ്നം നടക്കുകയാണ് ഈ സഭാ സംബന്ധമായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് അനിശ്ചിതമായിട്ട് നീളുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ നിയമം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി ഞാൻ ഈ ചർച്ച് ആക്ട് വന്നാലുള്ള ഗുണങ്ങളെ പറ്റി പറയുമ്പം ആദ്യം ഗുണഭോക്താക്കൾ. ചർച്ച് ആക്ട് വന്നാൽ ഒന്നാമത്തെ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് പെന്തക്കോസ്തുകാർക്കാണ്. നിങ്ങൾക്കറിയാം, പെന്തക്കോസ്തുകാർക്ക് അംഗീകാരമില്ല എന്ന് പറഞ്ഞ് അവർ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവർ അവിടെ നിവേദനം കൊടുക്കാൻ പോയി എന്നൊക്കെ നമ്മൾ കണ്ടു. ഈ ചർച്ച് ആക്ട് വന്നാൽ പെന്തക്കോസ്തുകാർക്ക് അംഗീകാരം കിട്ടും. കേരളത്തിൽ അംഗീകാരം കിട്ടും. കാരണം കേരള നിയമസഭയാണ് ഈ നിയമം പാസ്സാക്കുന്നത്. അപ്പൊ അത് കേരള സംസ്ഥാനത്താണ് ബാധകമാകുന്നത്. അപ്പൊ പെന്തക്കോസ്തുകാരെ അംഗീകാരമുള്ള ക്രിസ്തീയ സഭയായി മാറും എന്നുള്ളതാണ് ഈ ചർച്ച് ആക്ട് വന്നാലുള്ള ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ പെന്തക്കോസ്തുകാരാണ്. പ്രത്യേകിച്ച് കത്തോലിക്കർക്കോ ഓർത്തഡോക്സുകാർക്കോ ഒന്നും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള പെന്തക്കോസ്ത് ബ്രദറൻ, യഹോവ സാക്ഷികൾ, അങ്ങനെയൊക്കെയുള്ള അവർക്കെല്ലാം നിയമപ്രകാരമുള്ള സാധുത ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രയോജനം. അപ്പം അത് ഗുണഭോക്താക്കൾ അവരാണ്. പിന്നെ രണ്ടാമത് ഉണ്ടാകുന്ന നേട്ടമുണ്ടാകുന്നത് കത്തോലിക്ക സഭയിലെ അൽമായർക്ക് ഇന്നുള്ളതിനേക്കാൾ അധികം, ഇന്ന് വളരെ പരിമിതമായ ഒരു സ്വാതന്ത്ര്യമാണ് അവർക്കുള്ളത്. എന്നാൽ വളരെ വിശാലമായ വിപുലമായ അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് ലഭിക്കും. ഇടവക തലത്തിൽ ഭരണങ്ങൾ നടത്തുന്നതിനും
ഒക്കെ ആയിട്ട് വിപുലമായ അധികാരങ്ങൾ അവർക്ക് ലഭിക്കും. പിന്നെ ഒരു പ്രയോജനം, ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങൾ, ഈ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന തർക്കങ്ങൾ, ഉദാഹരണമായി നമ്മുടെ കോതമംഗലം പള്ളി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ TV-യിലൊക്കെ കണ്ടതാണ്. ധാരാളം ആളുകൾ അതിനെ എതിർക്കാൻ നിൽക്കുന്നു, പോലീസ് പള്ളി പിടിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കണ്ടത്. അപ്പോൾ ഒത്തിരി ആളുകൾ, ധാരാളം ആളുകളും ചോദിക്കുന്നുണ്ട്, ഈ ഭൂരിപക്ഷം അവർക്കാണെങ്കിൽ പള്ളി അവർക്ക് കൊടുത്തുകൂടെ? അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക പ്രതിനിധികൾ വിശദീകരണം തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് അങ്ങനെ ഭൂരിപക്ഷം നോക്കി കൊടുക്കാൻ പറ്റത്തില്ല, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 2017 കോടതി വിധി അനുസരിച്ച് മാത്രമാണ്. പിന്നെ 934 ഭരണഘടന. അപ്പൊ 934 ഭരണഘടന അനുസരിച്ച് ഈ പള്ളികളെല്ലാം ഭരിക്കപ്പെടണം, അതാണ് കോടതി വിധി. അതിനാണ് ഞങ്ങൾ അത് നടപ്പാക്കാനാണ് ഇത് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും ആളുകൾ, ഭൂരിപക്ഷം ജനങ്ങൾ അവിടെ ഇരിക്കുന്ന, അപ്പോൾ അവരുടെ വികാരങ്ങളെ മാനിക്കേണ്ട, ഓരോ സ്ഥലത്തുമുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും മറ്റ് പൊതുജനങ്ങളും ഒക്കെ ചോദിക്കുന്നതാണ് അവരുടെ വികാരം മാനിക്കേണ്ടത്. അപ്പൊ ഗവൺമെന്റ് എന്തുകൊണ്ട് അതിൽ ഇടപെടുന്നില്ല? ഇതിൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യൻ ഭരണഘടനയുടെ 26ാമത്തെ വകുപ്പിൽ മനുഷ്യർക്ക്, ഓരോ പൗരന്മാർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും വസ്തുവകകൾ കൈവശം, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി കൈവശം വെക്കുവാനും ഒക്കെയുള്ള അംഗീകാരം നൽകുന്നതാണ് 26ന്റെ D-യും ഒക്കെ. അപ്പൊ അതില് ഓരോ മതവിഭാഗങ്ങൾക്കായിട്ടും അതിനുതകുന്ന നിയമങ്ങൾ നിർമ്മിച്ചു നൽകണം എന്ന് ഭരണഘടനാ ശില്പികൾ ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങൾ ഒത്തിരി ഇഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ച് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അങ്ങനെയുള്ള ഈ വഖഫ് ബോർഡ്, ദേവസ്വം ബോർഡ്, അങ്ങനെയുള്ള പല ഇത് ഉണ്ടായിട്ടുണ്ട്, ബുദ്ധമതക്കാരുടെ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു നിയമം ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ക്രിസ്ത്യാനികൾക്കും എല്ലാ മതക്കാർക്കും നിയമം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഭരണഘടനാ ശില്പികൾ പറഞ്ഞത്. അതനുസരിച്ച് മറ്റ് മതങ്ങൾക്കൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി പണ്ടേ കൊടുത്തിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾക്കായിട്ട് ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തില്ല. വർഷങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു നിയമം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് നിയമം ഉണ്ടാക്കി കൊടുക്കാഞ്ഞത് എന്നതിന്, ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു നിയമം വേണം എന്ന് അങ്ങനെ ആവശ്യപ്പെട്ടില്ലെന്നുള്ളതാണ്. കാരണം ക്രിസ്ത്യാനികൾ പണ്ടേ സംഘടിതരാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഔദ്യോഗിക സഭകൾ, ഇപ്പൊ കത്തോലിക്ക സഭയോ സുറിയാനി സഭയോ ഒക്കെ വളരെ സംഘടിത രൂപത്തിൽ ക്രമീകൃതമായി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു, അവർ ആവശ്യപ്പെട്ടില്ല. അവരാണ് ഇവിടുത്തെ മുഖ്യ ക്രൈസ്തവ വിഭാഗം. പിന്നീടാണ് പെന്തക്കോസ്ത് വിഭാഗങ്ങളൊക്കെ ആവിർഭവിച്ചതും പിന്നെ വളർന്നതും. ഇപ്പോഴാണ് അവർക്ക് സാമൂഹിക ആവശ്യങ്ങൾ വന്നതും അവർക്ക് സാമൂഹിക അംഗീകാരം ആവശ്യമാണെന്ന തോന്നൽ അവർക്കുണ്ടായതുമൊക്കെ. അപ്പൊ ഈ കേരളത്തിൽ പെന്തക്കോസ്ത് സഭയ്ക്ക് അംഗീകാരമില്ല എന്ന് പാസ്റ്റർ KC ജോൺ പറഞ്ഞു. അപ്പം വലിയ ബഹളമായിരുന്നു ഇവിടെ പെന്തക്കോസ്താർ. അത് കഴിഞ്ഞ് പെന്തക്കോസ്തുകാർക്ക് തന്നെ മനസ്സിലായ സംഗതി ഇല്ലെന്ന്. പെന്തക്കോസ്തുകാർക്ക് അംഗീകാരമില്ല. അപ്പൊ അവർക്ക് അംഗീകാരം ഉണ്ടാകണമെങ്കിൽ ഇവിടുത്തെ മുഖ്യധാരാ സഭകളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഞാൻ ഈ മുഖ്യധാര എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ. പെന്തക്കോസ്തുകാര് പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നതിന് അർത്ഥമില്ല. നാളെ എന്റെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനെ ക്രൂശിച്ച പോലെ എന്നെ ക്രൂശിക്കരുത്. അപ്പൊ പെന്തക്കോസ്തുകാർക്ക് പ്രയോജനപ്പെടും ഇങ്ങനൊരു നിയമം ഉണ്ടായാൽ, ഈ ചർച്ച് ആക്ട് ഉണ്ടായാൽ. അപ്പൊ എന്തുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനൊരു നിയമം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടില്ല, അല്ലെ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാറി മാറി വന്ന സർക്കാരുകളും ചിന്തിച്ചില്ല? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികൾക്ക് ഒരു നിയമസംഹിത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തു. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, കത്തോലിക്ക സഭയിലെ സ്വത്ത് വിഷയങ്ങളൊക്കെ വന്നപ്പം ഈ കാനോൻ നിയമം എന്നൊക്കെ പറഞ്ഞ് ചില പരാമർശങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ കാനോൻ നിയമം അനുസരിച്ചാണ്, കാനോൻ എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ്. എങ്കിലും നമ്മൾ ഈ ഗേറ്റ് വാതിൽ എന്നൊക്കെ പറയുന്നവരുടെ കാനോൻ നിയമം. അപ്പൊ കാനോൻ നിയമം അനുസരിച്ച്
അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ് ഇപ്പോഴും. അപ്പൊ എന്താണ് ഈ കാനോൻ? അതായത് ഈ ക്രിസ്തീയ സഭകൾ അതിന്റെ ആത്മീകവും ബൗദ്ധികവുമായ സ്പിരിച്വൽ ആൻഡ് ടെമ്പറൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന കാനോൻ അനുസരിച്ചാണ്. സുറിയാനി സഭയുടെ കാനോൻ എന്ന് പറഞ്ഞാൽ ബാർ എബ്രായ എഴുതിയ ഹൂദായ കാനോനാണ്. ബാർ എബ്രായ എഴുതിയ ഹൂദായ കാനോൻ. ഈ ഹൂദായ കാനോനകത്ത് ആത്മീകവും ഭൗതികവുമായ സകല വിഷയങ്ങളിലും സഭ എങ്ങനെ ഭരിച്ചു നടത്തപ്പെടണം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് 13-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. ഈ ഹൂദായ കാനോൻ എഴുതപ്പെട്ടത് 13-ാം നൂറ്റാണ്ടിലാണ്. ബാർ എബ്രായ എഴുതിയതാണ്, സുറിയാനിക്കാരനായ ഒരു പിതാവ്. അപ്പൊ ആ കാനോൻ അനുസരിച്ചാണ് സഭകൾ ഭരിക്കപ്പെട്ടത്. പിന്നീട് ആ കാനോന് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തി പാരീസിൽ പ്രിന്റ് ചെയ്ത് ആ കാനോന്റെ ഒരു എഡിറ്റഡ് വേർഷൻ ഇറങ്ങി. അതിനെയാണ് പാരീസ് കാനോൻ എന്ന് വിളിക്കുന്നത്. അതിനൊരു വിളിപ്പേരെന്നേ ഉള്ളൂ, പാരീസ് കാനോൻ. പാരീസ് കാനോൻ കത്തോലിക്ക സഭയ്ക്ക് ഉതകുന്ന വിധത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതാണ്. അപ്പൊ സുറിയാനി സഭ ആദ്യം മുതൽ ഹൂദായ കാനോനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗം പാരീസ് കാനോൻ അവലംബമാക്കി. അതിനുശേഷം ഓർത്തഡോക്സ് സഭയാണ് 1934 ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. അപ്പൊ കാനോനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭരണഘടന വന്നു. അപ്പൊ കോടതിയെ സംബന്ധിച്ച് ഒരു കേസ് വിധിക്കുമ്പോൾ നിയമങ്ങളുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ആ നിയമങ്ങൾ അനുസരിച്ചേ വിധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതാണ് ഇവിടെ ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ. കാരണം ക്രിസ്ത്യാനികൾക്ക് നിയമം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഗവൺമെന്റ്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് നിയമത്തിന്റെ അഭാവമുണ്ട്. അപ്പൊ നിയമത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോൾ ഇത് 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഹൂദായ കാനോൻ അനുസരിച്ചാണ് പഴയ കാലം തൊട്ട് സഭകളിൽ ഭരണം നടത്തി വന്നത്. അപ്പൊ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് 934 ഭരണഘടന അനുസരിച്ച് മലങ്കരയിലെ എല്ലാ പള്ളികളും ഭരിക്കപ്പെടണം എന്ന് ഇവിടെ പറയുമ്പം കത്തോലിക്ക സഭയിലേക്ക് നോക്കുക. കത്തോലിക്ക സഭയ്ക്ക് 34 ഇല്ല, 44 ഇല്ല, 54 ഇല്ല. അവർക്ക് ഭരണഘടനയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഭരണഘടന ഇല്ലാത്തത്? കാരണം അത് കാനോൻ നിയമം അനുസരിച്ച്, കാനോൻ അനുസരിച്ചാണ് ആ സഭകൾ നടക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി യാതൊരു അംഗീകാരവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പെന്തക്കോസ്തുകാർ, കാനോൻ നിയമം അനുസരിച്ച് ഭരിക്കപ്പെടുന്ന കത്തോലിക്ക സഭ, 34 അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഓർത്തഡോക്സ് സഭ, 34 അനുസരിച്ച് ഭരിക്കപ്പെടാൻ വിധിക്കപ്പെട്ട യാക്കോബായ സഭ, 34 അനുസരിച്ച് ഭരിക്കപ്പെടാൻ വിസമ്മതിക്കുമ്പോൾ 34 അനുസരിച്ച് നിങ്ങൾ ഭരിക്കപ്പെടണമെന്ന് ശഠിക്കുന്ന ഓർത്തഡോക്സ് വിഭാഗം, 34 അനുസരിച്ച് ഭരിക്കപ്പെടാൻ വിസമ്മതിക്കുകയും അതിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന യാക്കോബായ വിഭാഗം. ഇങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. അപ്പൊ ഈ കേരളത്തിലെ സഭാ പ്രശ്നങ്ങളുടെ ഒരു ധാർമ്മിക വിഷയങ്ങളൊക്കെ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിയമപരമായിട്ട് ഇങ്ങനെ ഒരു തലമുണ്ട്. നിയമപരമായ തലം വ്യക്തമായി നിർവചിക്കപ്പെട്ട നിയമമില്ല. നിയമത്തിന്റെ അഭാവത്തിൽ 34 അനുസരിച്ച്, അത് ഈവൻ ദോ ഇറ്റ് വാസ് ആൻ അൺരജിസ്റ്റേർഡ് ഡോക്യുമെന്റ്, അത് ചർച്ചിന്റെ പ്രസക്തി കോടതി കണക്കിലെടുക്കുകയാണ്. അത് രജിസ്റ്റേർഡ് അല്ലേ പോലും 34 ഭരണഘടനയെ സുപ്രീം കോടതി അംഗീകരിച്ച് അതനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പള്ളികളൊക്കെ യാക്കോബ വിഭാഗത്തിന് ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് യാക്കോബായക്കാർക്ക് അവരുടെ പള്ളികൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ എന്നൊക്കെ വേണം പറയാം, അതാണ് ഈ ചർച്ച് ആക്ട്. അപ്പൊ ഈ ചർച്ച് ആക്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ക്രൈസ്തവരും, അതായത് യാതൊരു അംഗീകാരവുമില്ലാതെ വഴിയെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പെന്തക്കോസ്തുകാർക്കും, കാനോൻ നിയമം അനുസരിച്ച് ഭരിക്കപ്പെടുന്ന കത്തോലിക്കർക്കും, 34 അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഓർത്തഡോക്സുകാർക്കും, 34 അനുസരിച്ച് ഭരിക്കപ്പെടാൻ വിസമ്മതിക്കുന്ന യാക്കോബായക്കാർക്കും എല്ലാവർക്കും കൂടെ ഒരു പൊതു നിയമം, ക്രിസ്ത്യാനികൾക്കൊരു നിയമം, അതാണ് ചർച്ച് ആക്ട്. അതാണ് അതിന്റെ പ്രസക്തി. അപ്പൊ ചർച്ച് ആക്ട് വന്നാൽ എല്ലാ ചർച്ചുകളും ആ ആക്ട് അനുസരിച്ച് ഭരിക്കപ്പെടും.
ആ ആക്ട് അനുസരിച്ച് എല്ലാത്തിനും കണക്കുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരു പേന മേടിച്ചാലും അതിന് കണക്ക് കാണണം, 2 കിലോ കുന്തിരിക്ക മേടിച്ചാലും അതിന് കണക്ക് കാണണം, എല്ലാത്തിനും കണക്ക് കാണും. കണക്ക് ഓഡിറ്റ് ചെയ്യപ്പെടണം. അപ്പൊ പേഴ്സണാലിറ്റി കൾട്ടുകൾ, പേഴ്സണലായിട്ട് മടിയിൽ ഫൈനാൻസിയേഴ്സ് ഒക്കെ നടത്തുന്നവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ് നിങ്ങൾക്ക് ചർച്ച് ആക്ട്, നിങ്ങൾ ഓരോരുത്തർക്കും ഗൂഗിൾ ചെയ്താൽ കാണാം എന്താണ് ചർച്ച് ആക്ട്. അപ്പൊ യാക്കോബായ സഭയുടെ പള്ളികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ യാക്കോബായ സഭയിലെ ഒരു ബഹുമാനിയ റംബാനാണ് അതിന് ഇപ്പൊ എന്തോ ഒരു സമരം നടത്തുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നമുക്ക് കാണാം. ഒരു സെക്രട്ടേറിയറ്റ് വളയുവോ അങ്ങനെ കണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പൊ ചർച്ച് ആക്ടിന്റെ ഏറ്റവും ബെനിഫിഷ്യറി ആകുന്നത് പെന്തക്കോസ്ത് വിഭാഗങ്ങളാണ്. പക്ഷെ അവരങ്ങനത്തെ സമരങ്ങൾക്ക് വേണ്ടിയൊന്നും തുനിഞ്ഞിട്ടില്ല. അവർക്കൊരു പക്ഷെ അതേക്കുറിച്ച് അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഈ ചർച്ച് ആക്ട് വന്നാൽ ദോഷങ്ങളുണ്ടോ? എൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ക്രിസ്തീയ സഭ ഇത്രയും നാൾ ഗവൺമെന്റ് ഏജൻസികളെ ഒരു വെളിപ്പാട് അകലെ നിർത്തിയിരിക്കാൻ. ഇനിയിപ്പോ എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിന് കീഴിലും അവരുടെ ഓഡിറ്റിങ്ങിന് വിധേയവുമായി ക്രിസ്തീയ സഭകൾ മാറും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്ര നാള് ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന ആ ഒരു പ്രാമാണികത്വം, അല്ലെ ക്രിസ്ത്യൻ ബിഷപ്പ് ഹൗസുകൾക്കുണ്ടായിരുന്ന ഒരു അധീശത്വവും ഒക്കെ ഉണ്ട്, അത് നഷ്ടപ്പെടും. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് ഇവിടുത്തെ മുഖ്യധാര ക്രൈസ്തവ വിഭാഗങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന സർട്ടൺ പ്രിവിലേജസ് അത് നഷ്ടപ്പെടും. ബിഷപ്പ് ഹൗസിനൊക്കെ ഉണ്ടായിരുന്ന ആ പ്രസക്തി അങ്ങ് കുറഞ്ഞിട്ട്, കാരണം ഇത് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടും. ക്രിസ്തീയ സഭ ഓരോ ഇടവകയ്ക്കും അതാത് ഇടവകയ്ക്ക് സ്വയംനിർണായ അവകാശം വരുന്നത് പോലെ അവിടുത്തെ ഭൂരിപക്ഷം അനുസരിച്ച് അവിടെ അൽമായർ ആണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, ബിലീവേഴ്സ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ടവകാശം കിട്ടും. ഇപ്പൊ ക്രിസ്തീയ സഭയിലൊന്നും സ്ത്രീകൾക്ക് വലിയ സേയൊന്നുമില്ല. പൊതുയോഗമാണെങ്കിലും പുരുഷന്മാരാണ്. എനിക്കറിയത്തില്ല അടുത്ത കാലത്തുള്ള മാറ്റം വരുത്തുന്നുണ്ട്, പക്ഷെ പൊതുയോഗത്തിൽ പുരുഷന്മാരാണ്. ഇപ്പം IPC എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി സഭയല്ലെങ്കിലും ഒരു ക്രിസ്തീയ വിഭാഗമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് അവരുടെ ഇലക്ഷൻ നടക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് വിവേചനം വരുന്നത്? ആ സൊസൈറ്റിയിലുള്ള സ്ത്രീകൾ, പക്ഷേ ആ സ്ത്രീകളെ മുഴുവൻ മാറ്റി നിർത്തിയിരിക്കും. ഒറ്റ സ്ത്രീക്ക് വോട്ടവകാശവും ഇല്ല, ഒരു സ്ത്രീ അവിടെയൊന്നും കാണിക്കുന്നുമില്ല, ഇലക്ഷൻ നിൽക്കുന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ ചർച്ച് ആക്ട് വന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ടവകാശം കിട്ടും. അതാണ് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഒക്കെ മാറും, കൂടുതൽ ജനാധിപത്യപരമായിട്ട്. ഇപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു വായു സഞ്ചാരം സഭകൾക്കകത്തുണ്ടാകും. അപ്പൊ അതാണ് ഈ സിസ്റ്റർ ലൂസിയെ പോലെയൊക്കെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇതിന് ഗുണവും ദോഷവുമുണ്ട്. ഇപ്പൊ ചർച്ച് ആക്ട് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം, അതാണ് പറഞ്ഞത്. പേഴ്സണലി ചർച്ച് ആക്ടിന് എനിക്ക് താല്പര്യമില്ല. ചർച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നുമില്ല. ഞാൻ പറഞ്ഞ് ഈ ചർച്ച് ആക്ട് വരുന്നത് കൊണ്ട് നമുക്ക് വളരെ നല്ലതാണെന്ന് തോന്നും. ഈ സോവിയറ്റ് യൂണിയനിൽ പണ്ട് ഗ്ലാസ്നോസ്ത് ഒരു റഷ്യൻ വാക്കാണ്. മിഖായിൽ ഗോർബച്ചോവ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഗ്ലാസ്നോസ്ത്, അതിന്റെ ഒരു ഏകദേശം മലയാളം പറഞ്ഞാൽ ഒരു തുറന്ന സമീപനം എന്നുള്ളതായിരുന്നു. അന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയൺ കർട്ടൻ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാം അങ്ങ് തുറക്കാൻ തുടങ്ങി. ഗ്ലാസ്നോസ്ത എന്ന് പറഞ്ഞു. പിന്നെ ഒരു പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞ അടുത്ത ഒരു അഴിച്ചുപണി കൊണ്ടുവന്നു. പെരിസ്ട്രോയിക്ക കൂടെ വന്നതോടുകൂടെ പിന്നെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയായിപ്പോയി. ഇപ്പൊ ക്രിസ്തീയ സഭകൾ എല്ലാ തരത്തിലും വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അത് നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നു, നിലനിൽപ്പിന് പ്രയാസപ്പെടുന്നുണ്ട്, ധാർമ്മികമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, തത്വചിന്താപരമായിട്ട് ഫിലോസഫിക്കലി ചലഞ്ചസ് ഉണ്ട്, എല്ലാ തരത്തിലും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ച് ആക്ട് എങ്ങനെ ക്രിസ്തീയ സഭയെ ഹെൽപ്പ് ചെയ്യുമോ അതോ വിപരീതമായി ബാധിക്കുമോ എന്നുള്ളത് പ്രവചനാതീതമാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കും.
അപ്പൊ അതേക്കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടാകട്ടെ എന്നോർത്താണ് ഞാനിപ്പോ ഈ ലൈവിൽ ഇത് പറയുന്നത്. കാരണം വ്യാപകമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച ആക്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. കാരണം ഇത് ഗുണമാണോ ദോഷമാണോ, അത് വന്നാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്. ഇപ്പോ സഭയിൽ നിന്ന് വിമുഖരായി പോകുന്ന അനേക ആളുകൾ, അല്ലെങ്കിൽ അൽമായർ, തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു, തങ്ങളുടെ സ്വരങ്ങൾ മുഴങ്ങേണ്ടടുത്ത് മുഴങ്ങുന്നില്ല. ഇപ്പൊ കത്തോലിക്ക സഭയിൽ ഒത്തിരി അൽമായർ സഭയിൽ നിന്ന്, കാരണം അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു, അവരുടെ നിലവിളി ബിഷപ്പ് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നീതി കിട്ടാനും അവരുടെ ശബ്ദം കേൾക്കേണ്ട സ്ഥലത്ത് എത്തുവാനും ഒക്കെ ചർച്ച ആക്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ തന്നെ ഈ ഉണ്ടായിരിക്കുന്ന ആ മേൽക്കൈ, സഭയ്ക്കുള്ള അധീശത്വം, ഒരു യൂണിറ്റി, അതൊക്കെ നഷ്ടപ്പെടുമെന്ന് മറുവിഭാഗം വാദിക്കുന്നു. അപ്പം പല ആളുകളും അതിൽ എതിർപ്പുള്ളവരുണ്ട്. ഐ ആം സ്റ്റിൽ സ്കെപ്റ്റിക്കൽ. കാരണം ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ക്രിസ്തീയ സഭ ആദ്യം മുതൽ ഇവിടെ നിലനിന്നത് കാനോന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കാനോന്റെ അടിസ്ഥാനത്തിൽ ആ കീഴ്വഴക്കങ്ങളും ഹൈറാർക്കിയും ഒക്കെ ഹോണർ ചെയ്തുകൊണ്ടാണ് നിന്നത്. ഇതിപ്പോൾ ഈ ചർച്ച ആക്ട് ഏറ്റവും സജീവമായി വന്നിരിക്കുന്നത് കത്തോലിക്ക സഭയിലെ ചില അൽമായ സംഘടനകളും, പിന്നെ പ്രധാനമായും യാക്കോബായ സഭയിലെ ഒരു മക്കാബി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ. മക്കാബി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫുൾ ഫോം ഉണ്ട്, ചർച്ച ആക്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം അവരെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പള്ളികൾ നഷ്ടപ്പെടും. അപ്പൊ പള്ളികൾ നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താനുള്ള, പിന്നെ മറ്റൊന്ന്, യാക്കോബായ സഭയെ സംബന്ധിച്ച് ചർച്ച ആക്ട് വന്നു കഴിഞ്ഞാൽ അവര് വലിയ വ്യത്യാസം അവർക്ക് വരുന്നില്ല. കാരണം ചർച്ച ആക്ട് പോലെ തന്നെയായിരുന്നു യാക്കോബായ സഭയിൽ നേരത്തെയും പള്ളി പൊതുയോഗത്തിനായിരുന്നു പരമാധികാരം. കത്തോലിക്ക സഭ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടുതൽ അതുമായിട്ട് ബന്ധമുണ്ട്. കാരണം പള്ളി പൊതുയോഗം കാര്യങ്ങൾ ഭരിക്കുന്നു, ഇടവ പള്ളികൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സമ്പ്രദായമാണ് ഓൾറെഡി യാക്കോബായ സഭയിലുള്ളത്. അപ്പൊ യാക്കോബായ സഭയെ സംബന്ധിച്ച് വലിയ വ്യത്യാസം വരുന്നില്ല. എന്നാൽ ബിഷപ്പുമാർക്കുണ്ടായിരുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു നിയമപരിരക്ഷയോ പദവിയോ അധികാരമൊക്കെ അല്പം കുറയും. അതുകൊണ്ട് ബിഷപ്പ് സ്ഥാനത്തിന്റെ പകിട്ട് അല്പം കുറയും. ബിഷപ്പ് സ്ഥാനത്തിന്റെ പകിട്ട് അല്പം കുറയുമ്പോൾ അത് ക്രിസ്ത്യാനിറ്റിയെ ദോഷകരമായി ബാധിക്കുമോ ഗുണപരമായി ഭവിക്കുമോ എന്നുള്ളതാണ് ചിന്താവിഷയം. ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിത്വമാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ബിഷപ്പുമാരുടെ സ്ഥാനത്തിന് കുറവ് വരാതെ ഇരിക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പരമ്പരാഗത വിശ്വാസി ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചർച്ച് ആക്ടിനെ എതിർക്കുന്നത്. ഞാൻ എതിർക്കാനൊന്നും പ്രചരണവും നടത്തുന്നില്ല. പേഴ്സണലി അതിൻ്റെ ആവശ്യമില്ല. ഈ കാനോൻ അനുസരിച്ച് തന്നെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പോകണം. ഇപ്പൊ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിലെ പ്രശ്നങ്ങൾ അവര് പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ മറ്റ് സഹോദര സഭകൾ കൂടെ ചേർന്ന് അത് സോൾവ് ചെയ്യണം, അങ്ങനെ സമാധാനമായിട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ചർച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ യാക്കോബായ വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ ഒടുവിലത്തെ പിടിവള്ളിയാണ്. അതുകൊണ്ടാണ് അവരതിന് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ സഭകൾക്കകത്തേക്ക് ഗവൺമെന്റ് ഏജൻസികളെ വിളിച്ചു കയറ്റിയാൽ ലോങ് റണ്ണിൽ അത് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ വിളിച്ചു കയറ്റാൻ അവർ നിർബന്ധിതരാവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി വരണ്ട എന്ന് ഓർത്തഡോക്സ് വിഭാഗം ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ചർച്ച് ആക്ടിന് വേണ്ടി ഈ സമരങ്ങളും ആവശ്യങ്ങളും നിവേദനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ സമാധാനപരമായ ഒരു ചർച്ച നടത്തിയാൽ അതിനെ എന്ന് പറഞ്ഞാൽ ഈ കുടത്തിൽ നിന്ന് പുറത്തോട്ട് ചാടാൻ തുടങ്ങുന്ന ഈ ഭൂതത്തെ ഇപ്പൊ അടപ്പ് വെച്ച് അടയ്ക്കാൻ പറ്റും. ദിസ് ഈസ് യുവർ ടൈം. ഇപ്പം വേണേൽ ഇത് അടയ്ക്കാൻ പറ്റും. പക്ഷെ ഇനി സമരവും ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ ചർച്ച് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. ചർച്ച് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടാൽ പഴയ പോലെ ആയിരിക്കത്തില്ല. ക്രിസ്തീയ സഭകളുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഏജൻസികൾ കയറി ഇറങ്ങുകയും കാര്യങ്ങളൊന്നും പഴയ പോലെ ആയിരിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ചർച്ച് ആക്ട്. ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചൊന്നും ദോഷകരമായി ബാധിക്കാനില്ല. എങ്കിലും ഇതാണ് സംഗതി. പിന്നെ
ഈ പറഞ്ഞ പെന്തക്കോസ്തിലെ 100,000 വിഭാഗങ്ങളെല്ലാം അംഗീകൃത ക്രിസ്ത്യാനികളായി മാറും. ചർച്ചായിട്ട് ഇന്നലെ വരെ അംഗീകാരം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞ്, എന്നാൽ ഞങ്ങൾ കൊണ്ടെന്ന് അവർ വെറുതെ അവകാശപ്പെട്ട ആ അംഗീകാരം അവർക്ക് കിട്ടും. അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ പെന്തക്കോസ്തുകാരാണ്. അപ്പൊ ഇതാണ് ചർച്ച് ആക്ട്. അതേക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ചർച്ച നമ്മുടെ വിജയന്റെ പ്രവചനം കേട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതെല്ലാം ഒഫീഷ്യൽ ക്രിസ്ത്യാനിയായി മാറും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അപ്പം ഇതാണ് ശരിയായ രീതി, ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചർച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തില് ഇപ്പം യാക്കോബായക്കാരെ 34 കീഴിലേക്ക് കൊണ്ടുവരിക, ചർച്ച് യൂണിഫൈ ചെയ്യിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഈ ചർച്ച് യൂണിഫൈ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബായക്കാർ കൂടുതൽ എന്ത് ചെയ്തോണ്ടിരിക്കുക, അകന്നകന്ന് പൊക്കോണ്ടിരിക്കുക, എതിർപ്പ് അടുപ്പിക്കാൻ തുടങ്ങും. അപ്പം ഈ ഓർത്തഡോക്സ് വിഭാഗക്കാർ യാക്കോബായക്കാരെ അടുപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസും തോക്കും ഒക്കെ ആയിട്ട് ചെന്നിട്ടാണ് ഇവരെ ചർച്ചിലോട്ട് ചേർക്കുന്നത്. ഒരുപാട് ഈ ആനയെ മെരുക്കുന്നല്ലേ, കെണി വെച്ച് ആനയെ മെരുക്കിട്ട് പിന്നെ തോട്ടിയും കത്തിയൊക്കെ ആയിട്ട് പോയി ആനയെ മെരുക്കുന്നതാണ്. അങ്ങനെയല്ല ഇപ്പൊ ഈ ഓർത്തഡോക്സ് സഭയുടെ ചുമതലയുണ്ടല്ലോ, പെന്തക്കോസ്തുകാരെ ഏൽപ്പിക്കാമെങ്കിൽ 6 മാസം കൊണ്ട് ഒറ്റ യാക്കോബായക്കാരല്ലാതെ മുഴുവൻ പേരെ ഓർത്തഡോക്സിൽ കയറ്റി ഈ പ്രശ്നം പരിഹരിക്കും. ഇപ്പൊ നിങ്ങൾ ഓർക്കും അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളെ പിടിക്കാനുള്ള പരിപാടി ഈ ഓർത്തഡോക്സുകാർക്ക് അത്രയ്ക്ക് പോരാ. ഓർത്തഡോക്സുകാർ യാക്കോബായക്കാരും എല്ലാം കണക്കാണ്. അതിൽ പെന്തക്കോസ്തുകാരാണ് നമ്പർ 1. എന്ന് പറഞ്ഞാൽ ഒരാളെ എങ്ങനെ പിടിക്കണം, ഒരാളെ എങ്ങനെ വലിക്കണം, ഒരാളെ എങ്ങനെ മറിക്കണം, എങ്ങനെ ഇപ്പുറം കൊണ്ടുപോകണം, ഇതൊക്കെ അറിയാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു 9,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു നല്ല ചർച്ച് കണക്കൂട്ടി 10,000 ആയിക്കോട്ടെ. അപ്പോൾ ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ ഇരിക്കുന്ന മാർബിളൊക്കെ പാകി നല്ല അതിസുന്ദരമായ ഒരു പള്ളി, ഒരു ഓർത്തഡോക്സ് പള്ളി. ആ പള്ളിയോട് ചേർന്ന് തന്നെ നല്ലൊരു പാരിഷ് ഹാള്, ആ പള്ളിയോട് ചേർന്ന് തന്നെ വിശാലമായ സെമിത്തേരി, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യമുള്ള നല്ല ഒരു ഇടവക. ആ ഇടവകയിൽ ഒരു കുടുംബം, ആ ഇടവകയിൽ ഒരു കുടുംബത്തിലേക്ക് ഒരു പെന്തക്കോസ്ത് ഉപദേശി ചെല്ലിയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ് അമ്മാമേ, ഹല്ലേലൂയ, സ്തോത്രം, കുഞ്ഞുങ്ങളെ എന്നാ ഉണ്ട് എന്ന് ഈ ഉപദേശി ചെല്ലിയാണ്. അപ്പൊ ഈ ഉപദേശിയുടെ ബായ്ക്കപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാടകയ്ക്കെടുത്ത ഒരു കടമുറി, ഈ ഷട്ടർ വെക്കുന്ന ഒരു കടമുറി വാടകയ്ക്കെടുത്ത് അവിടെ ഒരു തമ്പേർ, ഒരു പഴയ വേദപുസ്തകം, ഒരു പാട്ടുപുസ്തകം, ഇതാണ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 സ്ക്വയർ ഫീറ്റിൽ മാർബിൾ ഇട്ട നല്ല ഒന്നാം തരം പള്ളി, പാരിഷ് ഹാള്, സെമിത്തേരി, ഇതെല്ലാം ഉള്ള സെറ്റപ്പാണ്. അപ്പൊ ഈ വാടകയ്ക്കെടുത്ത കടമുറിയിൽ, സ്വന്തമായി ശവക്കോട്ടൊന്നുമില്ല, വാടകയ്ക്കെടുത്ത കടമുറിയിൽ ചത്താൽ എവിടെ കുഴിച്ചിടുമെന്ന് പോലും അറിയത്തില്ല, എവിടെയായാലും കൊണ്ട് ഉപദേശി മറയുക എന്നുള്ളത്. അപ്പൊ ഈ ഉപദേശം നിങ്ങളത് കമ്പയർ ചെയ്യുക. ഈ ഉപദേശി ഈ ഓർത്തഡോക്സുകാരന്റെ വീട്ടിൽ ഒരു 3-4 പ്രാവശ്യം കയറി ഇറങ്ങി കഴിയുമ്പോൾ ഈ 10,000 സ്ക്വയർ ഫീറ്റിന്റെ പള്ളിയും ഈ സെമിത്തേരിയും ഈ പാരിഷുകളും എല്ലാം വിട്ടിട്ട് ആ ഫാമിലി നേരെ ഈ കടമുറിയിലോട്ട് പോകുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ അതാണ് ഈ ആളെ പിടിക്കുന്ന പരിപാടി. അപ്പൊ അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പെന്തക്കോസ്ത് ഒരു ട്രെയിനിങ് എടുക്കാമെങ്കിൽ ഈ കേരളത്തിലെ സഭാ പ്രശ്നം തീരും. കാരണം ഈ യാക്കോബായക്കാരെയൊക്കെ വിളിച്ച് ഇപ്പൊ തന്നെ ഈ കട്ടച്ചിറ പള്ളിയിൽ ഒരു ശവമായിട്ട് വരികയാണ്. അപ്പൊ ഈ ശവമായിട്ട് വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാതെ ഇവിടെ അടക്കാൻ സമ്മതിക്കുകയില്ല, ഓർത്തഡോക്സുകാർ ആ ശവം ഇങ്ങോട്ട് കയറ്റത്തില്ല. അതേസമയം ഒരു പെന്തക്കോസ് അപ്രോച്ച് ആണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സ്തോത്രം, അമ്മച്ചി മരിച്ചല്ലേ, അമ്മച്ചിയുടെ ശവം നമുക്ക് എടുക്കാം. അപ്പോഴേക്കും യാക്കോബായക്കാർ പറയണേ, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വേണ്ട ഞങ്ങൾ സൈഡിൽ നിന്നോളാം. അപ്പൊ എന്ത് ചെയ്യണം, യാക്കോബായക്കാർ പ്രാർത്ഥിക്കുന്നു, യാക്കോബായക്കാർ ശവം കൊണ്ട് വരുന്നു, ശവം കൊണ്ട് അടക്കുന്നു. ഈ ശവം കൊണ്ട് അടക്കിയിട്ട് യാക്കോബായിലെ അച്ഛൻ പോവും. പക്ഷെ 3-ാം ദിവസം തിരി എത്തിക്കാൻ കുഞ്ഞു തോമാച്ചനും ചെറിയ അച്ഛനും അച്ചാമ്മയും എല്ലാം കൂടെ വരുമ്പോ ഓർത്തഡോക്സിലെ അച്ഛൻ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? എന്നാണോ തോമസ് കുട്ടി വിശേഷം? അപ്പം തിരി എത്തിച്ചു തിരിച്ചു പോകുന്ന വഴിക്ക് ഈ പണക്കമുള്ള യാക്കോബായക്കാർ പറയാ, എന്നാലും നമ്മൾ വിചാരിച്ചതല്ലേ കേട്ടോ, അച്ഛൻ ഇച്ചിരി നല്ല ഒരു അച്ഛനാ കേട്ടോ. അന്നത്തേനും മറ്റേ വിളിയ അല്ലെങ്കിൽ അവരത്ര കുഴപ്പക്കാരൊന്നും അല്ല. പിന്നെ 9-ാം ദിവസം വരുമ്പം വീണ്ടും ഒന്നുകൊണ്ട് വേണ്ടി 30-ാം ദിവസം വന്നു. 40-ാം ദിവസം കഴിയുമ്പോൾ
ഈ ഫാമിലി എവിടെ ഇരിക്കും? ഓർത്തഡോക്സ് പള്ളിക്കകത്തിരിക്കും. മനസ്സിലായോ? ഇതാണ് പെന്തക്കോസ്ത് നടപടി. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാർ ഇയാളെ പിടിക്കുന്നത്. ഞാൻ ലോകത്തിലിരിക്കുന്നതെന്ന്. ഈ ഓർത്തഡോക്സുകാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോക്കാരെ പിടിക്കാൻ പോകുന്നത് പോലീസ്, പട്ടാളം, തോക്ക്, കളക്ടർ, RDO ഇവരുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആളെ കിട്ടുന്നത്? അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഈ പെന്തക്കോസ്തുകാരുടെ ഒരു ട്രെയിനിങ് നേടാമെങ്കിൽ ഞാൻ 2 രീതിയാണ് പറഞ്ഞു. ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്റ്റൽ സ്റ്റൈൽ സ്നേഹത്തിൽ അവരെ കൂടെ കൂട്ടിച്ചേർത്ത് ലയിപ്പിച്ച് ഒക്കെ കൊണ്ടുപോവുക. അപ്പൊ ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ ചർച്ച ആക്ട് വേണം എന്ന് പറഞ്ഞ്, ഞാൻ തമാശ പറഞ്ഞു കേട്ടോ, അവർ ചർച്ച ആക്ട് വേണം എന്ന് പറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചർച്ച ആക്ടിന്റെ വിഷയം ഇതാണ്. ചർച്ച ആക്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയോജനം അംഗീകാരമില്ലാത്ത യഹോവ സാക്ഷിക്കാർക്കും പെന്തക്കോസ്തുകാർക്കും അംഗീകാരം കിട്ടും. പിന്നെ കത്തോലിക്ക പള്ളികളുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും നിരന്തര ഓഡിറ്റിങ്ങിന് വിധേയമാകും. എല്ലാ കണക്കുകളും സമർപ്പിക്കാൻ നിർബന്ധിതരാകും ഓർത്തഡോക്സ് സഭയ്ക്ക്. പിന്നെ യാക്കോബായ സഭയെ സംബന്ധിച്ച് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന പള്ളികൾ, ഇടവക്കാർക്ക് ഭൂരിപക്ഷമുള്ള പള്ളികൾ, അതാത് ഇടവക്കാർക്ക് ഏത് വിഭാഗത്തിന് ഭൂരിപക്ഷം ഉണ്ടോ അവർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഗുണവും ദോഷവുമായിട്ട് ഈ ചർച്ച് ആക്ടിനെ സംബന്ധിച്ചുള്ളത്. അപ്പം ഞാനെൻ്റെ ആർട്ടിക്കിളിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് വലിയ വലിപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒറ്റയടിക്ക് വായിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഗൂഗിളിൽ പോയിട്ട് ഈ പ്രൊപ്പോസ്ഡ് ചർച്ച് ആക്ട് കേരള എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് ആക്ടിനകത്തുള്ളത്, എന്താണത് വന്നാൽ സംഭവിക്കുന്നത്, എന്താണ് ഗുണമാണോ ദോഷമാണോ. മറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളും അതിനെപ്പറ്റി ചർച്ചകൾ ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു നിയമമാണ്. ഉണ്ടാവോ ഇല്ലയോ എന്നറിയത്തില്ല. ചർച്ച് ആക്ട് വരുത്തണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ, വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് മറ്റു ചില ആളുകൾ, അങ്ങനെയൊക്കെയുണ്ട്. ഇതാണ് ചർച്ച് ആക്ട്. കാരണം ഒത്തിരി ആളുകൾ എന്നോട് ഇങ്ങനെ മെസ്സേജിൽ എന്താണ് ചർച്ച് ആക്ട് എന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതാണ് ചർച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ നിയമം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ സർക്കാർ ഉണ്ടാക്കി തരുന്ന ഒരു നിയമത്തിന്റെ പരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിന്റെ സഹായം ആവശ്യമാണോ അവരുടെ സഭകൾ നടത്തിക്കൊണ്ടു പോകാൻ എന്നുള്ളതാണ് കാതലായ ചോദ്യം. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ബാറബ്രായ 13-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട നിയമം അവലംബിച്ച് ഈ നൂറ്റാണ്ടുകളിലൊക്കെ നിലനിന്ന സഭകളാണിത്. പക്ഷെ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ അത് പോരാ, വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു നിയമം രാജ്യത്ത് ഉണ്ടാകണം എന്ന് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ആവശ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്റെ കമ്മീഷനാണ് ഇതിന് കരട് രൂപം തയ്യാറാക്കിയത്. അപ്പൊ അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് ഇനിയും നിയമമായി വരണമെങ്കിൽ നിയമസഭയിൽ ചർച്ചകളും ഭേദഗതികളും ഒക്കെ വന്നിട്ടായിരിക്കും നിയമമായിട്ട് വരുന്നത്. ഇതാണ് ചർച്ച് ആക്ട്. ഇനി ആരും ചർച്ച് ആക്ട് എന്താണെന്ന് ചോദിക്കരുത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചർച്ച് ആക്ട് കിട്ടും. അത് വായിച്ചു നോക്കുക. പിന്നെ ഇതിന്റെ ഗുണം ഇത്ര മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്തുകാർക്ക് അംഗീകാരം കിട്ടും. അതാണ് ചർച്ച് ആക്ടിന്റെ ഗുണം. യാക്കോബായ സഭയെ സംബന്ധിച്ചും ഇപ്പൊ നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതായിരിക്കും. അതൊരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ഈ 2017 സുപ്രീം കോടതി വിധി വന്നതോടുകൂടെ മലങ്കരയിൽ ഒരു സഭയേ ഉള്ളൂ. അപ്പം ആ സഭ ഔദ്യോഗികമായി ദേവലോകത്തെ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കുന്ന ആ ഓർത്തഡോക്സ് വിഭാഗമാണ്. അപ്പം അവരോട് യോജിക്കുക, അതാണ് 34 ഭരണഘടനയും 2017 കോടതി വിധി എന്ന് പറയുന്നത്. പക്ഷേ അതാണ് നിയമപരമായ കണ്ണിൽ കോടതിക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കോടതി കാണുന്നത് നിയമത്തെയാണ്. എന്നാൽ യാക്കോബായ സഭ എന്ന് പറഞ്ഞൊരു സഭ ഇന്ന് നിയമപരമായി നിലനിൽപ്പില്ല. ഓർത്തഡോക്സ് സഭ മാത്രമേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യം നമുക്കറിയാം, യാക്കോബായ സഭ എന്ന് പറഞ്ഞൊരു സഭ കേരളത്തിലുണ്ട്. കാരണം 33 മെത്രാപ്പോലീത്തമാരും ആ സിനഡും അത്രയും പള്ളികളും അത്രയും ജനങ്ങളും എല്ലാം ഉള്ള ഒരു സഭയുണ്ട് കേരളത്തിൽ. പക്ഷെ സുപ്രീം കോടതി നോക്കുമ്പോൾ അങ്ങനെ ഒരു സഭയില്ല. അതാണ് നിയമപരമായ നിലനിൽപ്പ്. അങ്ങനെ നിയമപരമായ ഒരു നിലനിൽപ്പ് യാക്കോബായ സഭയ്ക്ക് ഇപ്പോൾ ഇല്ല. ആ നിയമപരമായ നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ ഈ ചർച്ച് ആക്ട് വന്നെങ്കിലേ ആ സഭയ്ക്ക് നിയമപരമായ നിലനിൽപ്പ് ഉണ്ടാവും. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഈ ചർച്ച് ആക്ടിനോടുള്ള എതിർപ്പ്. എന്നെ സംബന്ധിച്ച് കേരളത്തിൽ
നിയമപരമായ നിലനിൽപ്പുള്ള ഒരു സുറിയാനി സഭ, ഒരു ഓർത്തഡോക്സ് സഭ നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പേഴ്സണലി ഐ പ്രിഫർ ദാറ്റ്. പക്ഷേ അതിന് ഈ ഇരുവിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ ഫലപ്രദമായ, ഗൗരവതരമായ, അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള ചർച്ചകളിലേക്ക് പ്രവേശിക്കണം. അപ്പം അതിനുള്ള പരിഹാരം, ഈ യാക്കോബായ വിഭാഗത്തെ കുറ്റം പറയുന്നില്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചർച്ചാക്കിന് വേണ്ടി പൊരുതുന്നു. അപ്പൊ അവർക്ക് ഇപ്പൊ നിയമപരമായ നിലനിൽപ്പില്ലാത്ത അവർക്ക് ഒരു സഭ എന്ന നിലയ്ക്ക് നിയമപരമായ നിലനിൽപ്പുണ്ടാകും. അപ്പം വ്യക്തമായി ഇത് രണ്ട് വ്യത്യസ്ത സഭകളായി മാറും. ഇന്ന് ഇത് ഒരു സഭയാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇരുവിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാർക്ക് ഒത്തിരി പേർക്ക് ഇതൊരു സഭയായി പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിനെ വിഘടിപ്പിക്കുന്ന ആരാണ്, ഇത് രണ്ടാക്കി കൊണ്ടുപോകുന്ന ആരാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഇപ്പം ഇതാണ് ലാസ്റ്റ് ടൈം ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ യാക്കോബായ സഭയ്ക്ക് നിയമപരമായ നിലനിൽപ്പും വരും. അത് മറ്റൊരു സഭയായി മാറും. ഓർത്തഡോക്സ് സഭ അങ്ങനെ ഒരു സഭയായി മാറും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് ഇതിൽ ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം. കാരണം പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഇത് ഒറ്റ സഭയായി പോകുന്നതിലാണ് ഇഷ്ടം. രണ്ടു കൂട്ടത്തിൽപ്പെട്ട പല ആളുകൾക്കും അതിന് പല എതിരഭിപ്രായങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട പല ആളുകൾക്കും ഒത്തിരി ഒബ്ജക്ഷൻ ഉണ്ട്. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒത്തിരി ഒബ്ജക്ഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലാലെണ്ണാവുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളാണ് ഈ എതിർപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് സമാധാനപരമായിട്ട് ഇത് ഒന്നിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതൊരിക്കലും നടക്കാത്ത ആഗ്രഹം എന്നൊക്കെ പലരും പറയുന്നുണ്ട്, ഉട്ടോപ്യൻ സ്വപ്നം എന്നൊക്കെ. നമുക്കൊരു കാര്യം അറിയാം, പശ്ചിമ ജർമ്മനിയും ആയിട്ട് പൂർവ്വ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും ഒരുമിച്ച്, വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, അത് രണ്ട് പ്രത്യയശാസ്ത്രമായിരുന്നു. കിഴക്കൻ ജർമ്മനിയെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമായിരുന്നു നയിച്ചത്, അല്ലേ? അപ്പം ഇപ്പുറത്ത് പടിഞ്ഞാറൻ ജർമ്മനിയെ അവര് മുതലാളിത്ത തത്വസംഹിത നയിച്ചിരുന്നു. അപ്പൊ രണ്ട് വിരുദ്ധ ആശയങ്ങൾ ഭരിച്ചിരുന്ന രണ്ട് ജർമ്മനികളാണ്. ആ രണ്ട് ജർമ്മനികൾക്കിടയിൽ വലിയൊരു മതിലുണ്ടായിരുന്നു, ബെർലിൻ മതിൽ. ആ ബെർലിൻ മതിലിനെ ഇടിച്ചു കളഞ്ഞിട്ട് ഈ രണ്ട് ജർമ്മനിയും കൂടെ ഒന്നായി. നമ്മുടെ ജീവിതകാലത്ത് നടന്ന, ഇത് പണ്ട് നടന്നൊന്നുമല്ല. അത്രയും വൈരുദ്ധ്യമൊന്നും ഈ ഓർത്തഡോക്സും യാക്കോബായും തമ്മിലില്ല. ഒന്നാമത് രണ്ട് പ്രത്യയശാസ്ത്രമൊന്നുമല്ല, ഒരേ കുർബാനക്രമവും ഒരേ തക്സായും ഒരേ പ്രാർത്ഥനകളും എല്ലാം ഉപയോഗിക്കുന്ന ഈ രണ്ടു വിഭാഗം. അപ്പൊ അതിനകത്ത് ചില ആളുകളൊക്കെ ഇരുന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരേ ഇതാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ അകലമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ജർമ്മനികൾ തമ്മിൽ അകന്നിരുന്നത്തോളം ഇല്ല. അതുപോലെ ഒരു ബെർലിൻ മതിൽ, അങ്ങനെ ഒരു മതില് ഈ രണ്ട് സഭകൾക്കിടയ്ക്കും ഇല്ല. ഇപ്പൊ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മതിൽ ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു മതിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ട് സഭകളും തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് ഗ്രൂപ്പിലുള്ളവരുണ്ട്. അങ്ങനെ ഇഴപിരിക്കാനാകാത്ത വിധം അടുത്തിരിക്കുന്നതാണ് രണ്ടു കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് സംഭവം. അതുകൊണ്ട് ഈ ജർമ്മനികൾക്കൊന്നാകാമെങ്കിൽ നിങ്ങൾക്കും ഒന്നാകാം. പിന്നെ ഇല്ല, ഞങ്ങൾ ജർമ്മനി അല്ല. ജർമ്മനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വിദ്യാഭ്യാസവും എവരവും ഇച്ചിരി ഉന്നത ചിന്ത പരിഷ്കാരികളൊക്കെ ആയ ആളുകളാണ്. ജർമ്മൻകാർ എന്ന് പറഞ്ഞാൽ എലീറ്റ് ഗ്രൂപ്പാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കുലീനന്മാർ ജർമ്മൻകാരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹിറ്റ്ലർ ഈ ആര്യന്മാരുടെ മേധാവിത്വം, നാസിസമൊക്കെ എന്ന് വെച്ച് ബാക്കിയുള്ളവരൊക്കെ കൊല്ലണം. അപ്പൊ ആര്യ മേധാവിത്വം. ഇപ്പൊ ജർമ്മൻകാർ വിശ്വസിക്കുന്നത് ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടുകാരാണെന്നാണ് ജർമ്മൻകാർ സ്വയം വിശ്വസിക്കുന്നത്. അങ്ങനെ അന്തസ്സുള്ളവർ ഒന്നിക്കും. അപ്പൊ ഈ ഓർത്തഡോക്സ് യാക്കോബായക്കാർ പറയാണ് ഞങ്ങൾ ജർമ്മൻകാരെ പോലെയല്ല, ഞങ്ങൾ കൊറിയക്കാരെ പോലെയാണ്. ഞങ്ങൾ ഈ പാമ്പിനെയും തേളിനെയും വരെയൊക്കെ തിന്നുന്ന കൊറിയക്കാരുണ്ടല്ലോ, അവന്മാർ യോജിക്കത്തില്ല. ഉത്തര കൊറിയയിൽ അവൻ ഇരുന്ന് ഇങ്ങനെ അണുബോംബ് ഉണ്ടാക്കുക. എന്തിനാ? ദക്ഷിണ കൊറിയ കൊണ്ടിടാൻ. ദക്ഷിണ കൊറിയ അണുബോംബ് പൊട്ടിയ ഉത്തര കൊറിയ കംപ്ലീറ്റ് കത്തിപ്പോവും. യാക്കോബായ സഭ നശിച്ച ഓർത്തഡോക്സ് സഭ എപ്പോ മുങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ഈ യാക്കോബായ സഭയെ ഇല്ലാണ്ടാക്കിയിട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് നിൽക്കാന്ന് വിചാരിക്കേണ്ട. ഓർത്തഡോക്സ് സഭ ഇല്ലാതാക്കിയിട്ട് യാക്കോബായ സഭയ്ക്ക് നിൽക്കുക. ഇത് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും പോലത്തെ അടിയാൻ നടന്നുണ്ട്. വിവരമില്ലാത്തവന്മാരെ ഈ കൊറിയക്കാരാന്ന് മനസ്സിലായോ?
അപ്പൊ ഒരു കൊറിയൻ മനസ്ഥിതിയാണോ നമുക്കൊരു ജർമ്മൻ മനസ്ഥിതിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ സഭകളിൽ തന്നെ ജർമ്മൻ മനസ്ഥിതി ഉള്ളവരെയും കൊറിയൻ മനസ്ഥിതി ഉള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. ജർമ്മൻ മനസ്ഥിതി ഉള്ളവര് വളരെ ആഠ്യത്വത്തോടെ പറയും നമ്മൾ ഒന്നാകേണ്ടവരാണ്, പണ്ട് മുതലേ നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരു സഭയാണ്, നമുക്ക് ഒരുമിച്ച് പോകണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം, സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകണം. ഇതൊക്കെയാണ് ജർമ്മൻ മനസ്ഥിതി ഉള്ളവർ പറയുന്നത്. ദേ ബിലോങ് ടു ദ എലീറ്റ് ക്ലാസ്. മറ്റേ കൂതറ ക്ലാസ്സിൽപ്പെട്ടവരുണ്ടല്ലോ, ഏത് കൊറിയൻ ടീം, അവന്മാരാ പറയുന്നത് ഒരു കാരണവശാലും ഇത് യോജിപ്പിക്കാൻ പറ്റത്തില്ല, അടിച്ച് നമുക്ക് പിരിയണം. അപ്പൊ ഓരോ ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും സ്വയം ചിന്തിക്കുക, നിങ്ങളൊരു ജർമ്മൻ മനസ്ഥിതിക്കാരനാണോ കൊറിയൻ മനസ്ഥിതിക്കാരനാണോ? ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇപ്പൊ ജർമ്മൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകട്ടെ, ഒരു ആര്യൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകട്ടെ, ഒരു എലീറ്റ് ക്ലാസ്സായി നിങ്ങൾ മാറട്ടെ. കേരളത്തിൽ സുറിയാനിക്കാർക്കുള്ള സാമൂഹിക അംഗീകാരവും ബഹുമാനവും ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ ദിവസവും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അധിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ വിലയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊറിയക്കാളൊക്കെ അങ്ങ് താഴെയായി, കൊറിയയുടെ നിലവാരത്തിൽ നിന്നും താഴെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ നിലവാരം ഉയർത്തുവാൻ, ഒരു ജർമ്മൻ നിലവാരത്തിലേക്ക് ഉയർന്ന് നിങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചർച്ച് ആക്ട് അറബിക്കടലിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. സോ അതാണ് ഞാൻ ചർച്ച് ആക്ടിനെ എതിർക്കുന്നതിന്റെ കാരണം. ചർച്ച് ആക്ട് വന്നാലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു, ദോഷങ്ങൾ പറഞ്ഞു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു. നിങ്ങൾ ഡു യുവർ റിസർച്ച്, നിങ്ങൾ നടത്തുക, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ആ ആക്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ വിജയനെ എന്തെന്ന് അറിയത്തില്ല, നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ വകയായിട്ട് നമ്മുടെ വിജയനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ വിജയനെ കണ്ടു, വിജയന്റെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഞാൻ ഇടാൻ പരിശ്രമിക്കുന്നതായിരിക്കും. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.